മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഒരു പ്രശ്നമാണ് മെമ്മറി ഫുള്ളാവുക. ഫോൺ സ്റ്റോറേജ് അങ്ങ് ഫുള്ളാവുന്നേരം എന്ത് ചെയ്യും? ഒന്നും നോക്കിയാൽ ഗാലറി തുറക്കും, മൊത്തത്തിൽ സെലക്ട് ചെയ്യും, അങ്ങ് ഡിലേറ്റ് ആക്കും. ഇങ്ങനെ ഡിലേറ്റ് ആക്കുന്ന നേരം നമുക്ക് മാണ്ടിയ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഇതൊക്കെ അങ്ങ് ഡിലേറ്റ് ആയി പോകും. പിന്നെ നിലവിളിയായി, ഇതെടുന്ന് കിട്ടൂ, എങ്ങനെ കിട്ടൂ, എന്താക്കൂ എന്നുള്ള നിലവിളി. മൊബൈലിൽ നിന്ന് നമ്മളെ ഫോട്ടോസ് വീഡിയോസ് ഫയലുകളൊക്കെ ഡിലേറ്റ് ആയി പോയത് മുഴുവനായും കറക്റ്റായും കിട്ടണമെങ്കിൽ അതിന് നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഉപയോഗിക്കണം. അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഒരുപാടുണ്ട്, റിക്കവറിറ്റ്, ഡോക്ടർ ഫോൺ, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനത്തെ 1-2 വീഡിയോ നമ്മൾ ചെയ്തിരിക്കും. ഫ്രീ ആയിട്ട് നമ്മൾ ഡിലേറ്റ് ആയി പോയ ഫോട്ടോസ് വീഡിയോസും ഒക്കെ തിരിച്ചെടുക്കാനുള്ള വീഡിയോ പലതും ചെയ്തിരിക്കും. എന്നാൽ അതിലൊന്നും നമുക്ക് മുഴുവനായും കിട്ടില്ല. മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒക്കെ പെയ്ഡ് വെർഷൻ എടുക്കണം. ഇപ്പോൾ റിക്കവർ ചെയ്യുന്ന ലാസ്റ്റ് നമ്മൾ ചെയ്തത് ഡിസ്ക് ഡിഗർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ആണ്. അതിലും കുറച്ചൊക്കെ നമുക്ക് കിട്ടും, മുഴുവനായിട്ടും കിട്ടില്ല ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നേരം. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ട ഫയലുകൾ, ഫോട്ടോസ്, വീഡിയോസും ഒക്കെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫയൽ റിക്കവറി. ഇതിലും മുഴുവനായിട്ടും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നമ്മൾ ഡിലേറ്റ് ആക്കിയ കുറേയൊക്കെ കിട്ടും. ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ് ഒക്കെ കുറേയൊക്കെ കിട്ടും. അതിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളതും ഉണ്ടാവും. അപ്പം നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാം. ഈ ഫയൽ റിക്കവറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്താ ഇതിൽ ചെയ്യേണ്ടത് നമ്മളൊന്ന് നോക്കുക, ഒന്ന് തുറന്നു നോക്കുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇതുണ്ടാകുക. ഇവിടെ റീസൈക്കിൾ ബിൻ ഉണ്ടാവും. ഈ റീസൈക്കിൾ ബിൻ എന്താ വെച്ചാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഗാലറിയിൽ എന്തെങ്കിലും ഡിലേറ്റ് ആക്കി കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ ഇവിടെ തന്നെ അത് സ്റ്റോർ ആകുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഫോട്ടോ സ്കാന്, വീഡിയോ സ്കാന്, ഡോക്യുമെന്റ് സ്കാന്, ഓഡിയോ സ്കാന്, ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 നമുക്ക് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ഫോട്ടോ സ്കാൻ ഒന്ന് നോക്കാം. ഫോട്ടോ സ്കാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇത് സ്കാൻ ചെയ്യുക. ഇവിടെ ഇങ്ങനെ സ്കാൻ ആകുന്ന നിങ്ങൾക്ക് കാണാം. സ്കാനിങ് പൂർത്തിയാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരുപാട് ഫയലുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കും. ആ ടൈം കംപ്ലീറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്കാനിങ് പൂർത്തിയായി കഴിഞ്ഞ് നോക്കുന്ന നേരം 37,255 ഫയൽ കിട്ടിയെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും അത്രയൊന്നും ഫോട്ടോസ് ഇതിലുണ്ടാകില്ലല്ലോ. അപ്പം നമുക്ക് വേണ്ടത്, നമ്മൾ ഡിലേറ്റ് ആക്കിയത് കുറച്ചെങ്കിലും അതിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഓരോന്നും നോക്കുക, എവിടെയുള്ളതെന്ന് ഓരോന്നും ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഡിലേറ്റ് ആക്കിയ ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യുക. അങ്ങനെ റീസ്റ്റോർ ചെയ്യേണ്ട ഓരോ ഫോട്ടോ തമ്മിലുണ്ടാവും ഒരു ചെക്ക് ബോക്സ്, അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടെ റിക്കവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗാലറിയിൽ അത് റീസ്റ്റോർ ആയിക്കോളും. ഇങ്ങനെ നമുക്ക് ഡിലേറ്റ് ആക്കി പോയ ഫോട്ടോസ്, വീഡിയോസും ഒക്കെ ഇതേപോലെ വീഡിയോ സ്കാൻ നിലത്തിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിലേറ്റ് ആക്കി പോയ വീഡിയോസ്, അത് മാത്രമല്ല കേട്ടോ, ഡിലേറ്റ് ആക്കി പോയ വീഡിയോസ് മാത്രമല്ല, നമ്മളെ ഗാലറിയിലുള്ള വീഡിയോസും ഡിലേറ്റ് ആക്കി പോയ വീഡിയോസും ഒക്കെ ഇതിൽ കലപ്പിലാ വരിക. നിങ്ങൾ ഡിലേറ്റ് ആക്കിയ അത്യാവശ്യമുള്ള വീഡിയോ ചിലപ്പോൾ അതിലുണ്ടാവും. അതേപോലെ തന്നെ ഫോട്ടോ നിങ്ങൾ ഡിലേറ്റ് ആക്കിയ അത്യാവശ്യമുള്ള അതിലുണ്ടാവും. ആവശ്യമുള്ളത് നോക്കിയെടുത്തിട്ട് റീസ്റ്റോർ ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ പറയാന്ന്, നമ്മൾ ഡിലേറ്റ് ആക്കിയ മുഴുവൻ ഫോട്ടോസും വീഡിയോസും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, കുറേ ഒക്കെ കിട്ടും. ചിലപ്പം അതിൽ നമുക്ക് അത്യാവശ്യമുള്ള ഫോട്ടോസും ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയോ. താങ്ക് യു സോ മച്ച്.